ഇത് മോട്ടോ G64, ഇത് റിയൽമി P1. ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഇതറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോൾ ഇട്ടിരുന്നു. ആൻഡ് അതിൽ ഏകദേശം 71% ആൾക്കാരും റിയൽമി P1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. 29% ആൾക്കാരാണ് മോട്ടോ G64 ചൂസ് ചെയ്തത്. പക്ഷേ നിങ്ങൾ എന്നോട് ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൽ ഏത് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ആ 29% ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. മോട്ടോ G64 ആണ്. എന്തുകൊണ്ട് മോട്ടോ G64? ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. റിയൽമി P1 ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫസ്റ്റ് സെയിലിന് ബുക്ക് ചെയ്തതാണ്. ഇത് 6GB റാമും 128GB സ്റ്റോറേജ് വേരിയന്റ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 15,999 ആണ്. എന്തോ ഓഫർ ഉണ്ടായിട്ട് 14,999 റുപ്പീസിനാണ് കിട്ടിയത്. മറുഭാഗത്ത് മോട്ടോ G64 8GB റാമും 120GB സ്റ്റോറേജ് വേരിയന്റ് ആണ്. ആൻഡ് ഇതിന് പ്രൈസ് വന്നിരിക്കുന്നത് 14,999 ആൻഡ് ഓഫറിന് ശേഷം 13,999 കിട്ടും. ആക്ച്വലി ഈ രണ്ട് ഫോൺസും രണ്ട് വേരിയൻസിലുണ്ട്. ഇതിന്റെ ഹയർ വേരിയന്റ് എന്ന് പറയുന്നതാണ് 8GB റാമും 256GB വേരിയന്റും. അതിന് ഏകദേശം 18,999 റുപ്പീസ് ആണ് വരുന്നത്. മറുഭാഗത്ത് മോട്ടോ G64 ഹയർ വേരിയന്റ് 12GB റാമും 256GB വേരിയന്റ് ആണ്. ഇതിന് പ്രൈസ് വരുന്നത് 16,999 റുപ്പീസ് ആണ്. 1000 റുപ്പീസ് ഓഫർ പോയിട്ട് 15,999 റുപ്പീസിന് കിട്ടുന്നുണ്ട്. സോ 15,999 റുപ്പീസ് മുടക്കി എനിക്ക് 12GB റാം 256 സ്റ്റോറേജ് കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം രണ്ടിന്റെയും റാം ടൈപ്പ് LPDDR4X ആണ്, സ്റ്റോറേജ് ടൈപ്പ് UFS 2.2 ആണ്. സോ കൂടുതൽ റാം കുറഞ്ഞ പ്രൈസിന് കിട്ടുക എന്നുള്ളത് ഞാൻ പ്രിഫർ ചെയ്യും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ക്യാമറ. ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് ഞാൻ വീട്ടിൽ വന്ന് അൺബോക്സ് ചെയ്തിട്ട് അമ്മയെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇതിലേത് ചൂസ് ചെയ്യുന്നു ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് ഈ ഫോണാണ് നല്ലത്, കാരണം ഇതിൽ വലിയ ക്യാമറയുണ്ട്, 4 ക്യാമറയുണ്ട്, ഇതിൽ 2 ക്യാമറ അല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് മതി എന്നാണ് പറഞ്ഞത്. ശരിയാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ ക്യാമറ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ റിയൽമി P1 ഉണ്ടല്ലോ, ഈ കാണുന്ന ക്യാമറ മൊഡ്യൂൾസ് അല്ലേ, ഇതിൽ 4 ക്യാമറ മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും ഇതിലാകെ ഒരൊറ്റ ക്യാമറയേ ഉള്ളൂ. യെസ്, 50 മെഗാ പിക്സലിൻ്റെ ഒരൊറ്റ പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ. ആൻഡ് ഒരു 2 മെഗാ പിക്സലിൻ്റെ മോണോ ക്യാമറയും. ബാക്കി കാണുന്ന ക്യാമറ കട്ടൗട്ടൊക്കെ വെറും ഡമ്മിയാണ്. അതായത് ഈ ഡിസൈൻ വെച്ചേക്കുന്ന തന്നെ വെറും പ്രഹസനം. ഒരൊറ്റ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാത്ത ക്യാമറ. മറുഭാഗത്ത് മോട്ടറോളയിൽ 2 ക്യാമറ ഉള്ളൂ എങ്കിലും ഈ രണ്ടും ആക്ച്വൽ ക്യാമറ തന്നെയാണ്. പ്രൈമറി ക്യാമറ ഇതിലും 50 മെഗാ പിക്സലാണ്, പക്ഷേ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷേക്ക് ആവാത്ത ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് പറ്റും. രണ്ടിൻ്റെയും ഫോട്ടോ സാമ്പിൾസ് ഞാൻ പാരലലി കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കാം രണ്ടിൻ്റെയും ഫോട്ടോ സാമ്പിൾസ് എങ്ങനെയുണ്ട് എന്ന്. പ്രൈമറി 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൂടാതെ മോട്ടോ G64 നിങ്ങൾക്കൊരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്. റിയൽമി P1 നിങ്ങൾക്ക് അൾട്രാ വൈഡ് ക്യാമറ ലഭിക്കില്ല. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ആ സെയിം ക്യാമറ തന്നെയാണ് ഡെപ്ത് ക്യാമറ അല്ലെങ്കിൽ ഡെപ്ത് സെൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് ഫോട്ടോസും എടുക്കാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിലുള്ളത്. നിങ്ങൾക്ക് ആ സെയിം 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് മാക്രോ ക്യാമറയൊന്നുമില്ല. അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാ പിക്സലിൽ തന്നെയാണ് മാക്രോ ഫോട്ടോസ് എടുക്കാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള മാക്രോ ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. സോ കാണാൻ 2 ക്യാമറയുള്ളൂ എങ്കിലും മൊത്തം 4 ക്യാമറയുടെ പണി ഇതെടുക്കുന്നുണ്ട്. ഇവിടെ കാണാൻ 4 ക്യാമറ പോലെ ഉണ്ടെങ്കിലും ഒരൊറ്റ ക്യാമറ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. സോ ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്, വാല്യൂ ഫോർ മണി എന്നും. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ റിയൽമി P1 നിങ്ങൾക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓഫ് ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ 4K കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് 1080p 60 FPS വരെ എടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തും 1080p 60 FPS എടുക്കാൻ പറ്റും. ഈ 2 വീഡിയോസും ഞാൻ പാരലലി കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഒരെണ്ണത്തിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. ഈവൻ ഞാൻ 1080p 60 FPS വീഡിയോയും 4K 30 FPS വീഡിയോയും കാണിച്ചു തരാം. സോ പേഴ്സണലി പറയുവാണെങ്കിൽ എപ്പോഴും ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അടങ്ങിയിട്ടുള്ള ഒരു ക്യാമറ ഉള്ള ഫോൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഏറ്റവും ഉചിതം. ഈവൻ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോസും എടുക്കാൻ പറ്റും. 2 സ്മാർട്ട് ഫോൺസിൻ്റെ നൈറ്റ് ഫോട്ടോസ് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. കൂടാതെ മോട്ടോ G64 ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സഹായിക്കുന്നതിന് പുറമെ മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റും കൂടെ വരുന്നുണ്ട്. സോ ബെറ്റർ ഫോട്ടോ വരുന്നത് നൈറ്റിലും മോട്ടറോളയിലാണ്. അതുപോലെ ഫ്രണ്ട് ക്യാമറയിലുള്ള സെൽഫീസ് നോക്കിക്കഴിഞ്ഞാൽ മോട്ടറോളയിൽ 16 MP ഫ്രണ്ട് ക്യാമറയാണ്, റിയൽമി P1 നിങ്ങൾക്ക് 8 MP ഫ്രണ്ട് ക്യാമറയാണ്. രണ്ടിലും ഇത്തരത്തിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് വരുന്നത്. പ്ലസ് രണ്ടിലും ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 FPS ആണ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് 1080p 30 FPS 2 ക്യാമറയിലുമുള്ള വീഡിയോ സാമ്പിൾസ് പാരലലി ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഒരേ സമയത്ത് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഡ്യുവൽ ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മോട്ടോ G64 എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. സോ എന്നോട് ചോദിക്കുവാണെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഡെഫിനറ്റ്ലി ഐ വിൽ പ്രിഫർ മോട്ടോ G64 ഓവർ റിയൽമി P1.
ഇനി രണ്ട് സ്മാർട്ട് ഫോൺസും നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. റിയൽമി P1 നിങ്ങൾക്ക് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. മോട്ടോ G64 നിങ്ങൾക്ക് 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ടർബോ പവർ ചാർജിങ് ആണ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ദാൻ 5000 mAh ബാറ്ററി. ഇനി അത് ബെറ്റർ എന്ന് പറയാൻ വേറെ ഒരു കാരണം കൂടി ഉണ്ട്. ആ ഒരു കാരണത്തിലേക്ക് വരാം. അതിനു മുന്നേ രണ്ട് സ്മാർട്ട് ഫോൺസും 5G സ്മാർട്ട് ഫോൺസ് ആണ്. ഗുഡ്. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൽ 5Gയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. റിയൽമി P1 അകത്ത് നിങ്ങൾക്ക് 9 5G ബാൻഡ്സ് ആണ് ലഭിക്കുന്നത്. മറുഭാഗത്ത് മോട്ടോ G64 നിങ്ങൾക്ക് 14 5G ബാൻഡുകൾ ലഭിക്കുന്നുണ്ട്. 14 5G ബാൻഡ് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനകത്ത് VoNRൻ്റെ സപ്പോർട്ട് ഉണ്ട്. യെസ്, 5G യൂസ് ചെയ്ത് വോയിസ് കോൾ ചെയ്യാൻ പറ്റുന്നത്. ഇത്ര നാൾ നമ്മൾ VoLTE അല്ലേ യൂസ് ചെയ്തിരുന്നത്, 4G യൂസ് ചെയ്ത്. ഇനി VoNR യൂസ് ചെയ്യാം. പക്ഷേ VoNR സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫോൺ. ആ ഒരു VoNRൻ്റെ സപ്പോർട്ട് ഇതിൽ വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെ ഓൾറെഡി വന്നു തുടങ്ങി. ഇപ്പോൾ ബഡ്ജറ്റ് ഫോൺസിൽ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. ഇനി നമുക്ക് രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ പെർഫോമൻസ് നോക്കാം. പെർഫോമൻസിൽ സ്പെസിഫിക്കേഷൻ വൈസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാടി കയറി ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രിഫർ ചെയ്യാനുള്ള കാരണം ഇതിനകത്ത് MediaTekൻ്റെ Dimensity 7050 ചിപ്സെറ്റ് ആണ്. ഇതിനകത്ത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ MediaTek Dimensity 7025 ചിപ്സെറ്റ് ആണ്. ഇത് 7050, ഇത് 7025. സോ കേൾക്കുമ്പോൾ 7025നേക്കാളും കുറച്ചുകൂടി ബെറ്റർ 7050 ആയിരിക്കും എന്ന് തോന്നും. ഇനി രണ്ട് പ്രോസസ്സേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് രണ്ടും 6 നാനോമീറ്റർ പ്രോസസ്സറാണ്. 7050ക്കകത്ത് ഫസ്റ്റ് ക്ലസ്റ്ററിൽ 6 കോറുകളുണ്ട്, 2 GHz. 7025ക്കകത്ത് ഫസ്റ്റ് ക്ലസ്റ്ററിൽ 6 കോറുകളുണ്ട്, 2 GHz. ഇനി 7050യിൽ സെക്കൻഡ് ക്ലസ്റ്ററിൽ 2 കോറുകളുണ്ട്, അത് 2.6 GHz ആണ്. എന്നാൽ 7025ലെ രണ്ടാമത്തെ ക്ലസ്റ്ററിൽ 2 കോർസ് ഉണ്ട്, അത് 2.5 GHz ആണ്. യെസ്, ആ ഒരു 2.6 GHz 2.5 GHz ആ ഒരു വ്യത്യാസമാണ് പ്രൈമറിലി ഉള്ളത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. രണ്ടെണ്ണത്തിൽ ഞാൻ Geekbench 6 റൺ ചെയ്ത് നോക്കി. Geekbench 6ൻ്റെ സ്കോർസ് ഞാൻ കാണിച്ചു തരാം. 7050യിൽ സിംഗിൾ കോർ വന്നിരിക്കുന്നത് 959, 7025ൽ സിംഗിൾ കോർ വന്നിരിക്കുന്നത് 1025, 7050യിൽ മൾട്ടി കോർ വന്നിരിക്കുന്നത് 2273, 7025ൽ മൾട്ടി കോർ വന്നിരിക്കുന്നത് 2454. സോ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ചിപ്സെറ്റിൻ്റെ CPU പെർഫോമൻസ് ഇസ് ഓൾമോസ്റ്റ് സെയിം. സോ ഡേ ടു ഡേ ടാസ്കുകൾക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോൺസും ഈക്വലി പെർഫോമിംഗ് ആണ്, യാതൊരു പ്രശ്നവും ഇല്ല. സോ 19,000 രൂപ എടുത്ത് 8 GB റാമും 256 GB സ്റ്റോറേജ് മേടിക്കുന്നതിൽ എത്ര ഭേദമാണ് 15,000 രൂപ എടുത്തിട്ട് 12 GB റാമും 256 GB സ്റ്റോറേജ് മേടിക്കുന്നത്. കാരണം CPU പെർഫോമൻസ് ഇപ്പോൾ നിങ്ങൾ കണ്ടു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക, CPU പെർഫോമൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. GPUയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ടിലും GPU വ്യത്യാസമുണ്ട്. റിയൽമി P1 അകത്ത് മാലി GPU ആണ്. മോട്ടോ G64നകത്ത് വന്നിരിക്കുന്നത് പവർ VR എന്ന് പറഞ്ഞിട്ടുള്ള GPU ആണ്. സോ നോർമൽ ഗെയിമിംഗ് നിങ്ങൾ ചെയ്യുന്ന സമയത്തൊന്നും യാതൊരു വ്യത്യാസവും തോന്നില്ല. ഹെവി ഗെയിമിങ്സ് നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് 7050 അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻലി ആൾക്കാർ റിയൽമി P1 എടുത്താലോ എന്ന് ആലോചിക്കാനുള്ള വേറൊരു കാരണമാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ. 6.72 ഇഞ്ചിൻ്റെ AMOLED. വാവ്, നല്ല ബെസ്റ്റ് സാധനം. ലോക്ക് സ്ക്രീനിലെ ആഡ് കണ്ടില്ലേ. എനിവേ 6.72 ഇഞ്ചിൻ്റെ 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് പല ആൾക്കാരും ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. ഒബ്വിയസ്ലി എനിക്കറിയാം AMOLED ഡിസ്പ്ലേ ആയിരിക്കും എപ്പോഴും ഒരു LCD ഡിസ്പ്ലേനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടിരിക്കുന്നത്. പക്ഷേ AMOLED ഡിസ്പ്ലേ തന്നുവെങ്കിലും ഒരു കാര്യം ഇവർ തരാനായിട്ട് മറന്നുപോയി. ഇതിനകത്ത് നിങ്ങൾക്ക് Gorilla Glass 3ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് Gorilla Glassൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടില്ല. ഇതിനകത്ത് എന്ത് പ്രൊട്ടക്ഷൻ ആണെന്ന് പോലും അറിയില്ല, പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് പോലും അറിയില്ല. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാറ്ററി പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഇത് 120 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഡിസ്പ്ലേക്കകത്ത് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് നോക്കുവാണെങ്കിൽ ഓട്ടോ സെലക്റ്റിലാണ് കിടക്കുന്നത്. പക്ഷേ ഇത് 60 ഹെർട്സ് ടു 120 ഹെർട്സിലേക്കാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് 30 ഹെർട്സ് ടു 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 6000 mAh ബാറ്ററി പ്ലസ് ഈ ഒരു 30 ഹെർട്സ് വരെ പോകുന്ന അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു ബെറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടും. സോ ഡിസ്പ്ലേ വൈസ് നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ടെങ്കിലും Gorilla Glass 3ൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് Gorilla Glass 3യുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും ഡിസൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോണിൽ കാണുന്ന ഈ യമണ്ടൻ ഉടായ്പ ക്യാമറ ഡിസൈൻ വിട്ടിട്ട് ബാക്കി നോക്കുവാണെങ്കിൽ ഇത് പോളികാർബണേറ്റ് ബോഡിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു PMMA, അതായത് അക്രിലിക് ഗ്ലാസ് ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഒരു ബാക്കാണ്. എന്തുകൊണ്ടും ഈ രണ്ട് സ്മാർട്ട് ഫോൺസും സൈഡ് ബൈ സൈഡ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ പ്രീമിയം ആയിട്ട് തോന്നുന്നതും ഈവൻ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്ക് സൈഡ് കുറച്ചുകൂടി നന്നായിട്ട് ഫീൽ ചെയ്യുന്നതും ഈവൻ ക്യാമറ മൊഡ്യൂൾസിൻ്റെ അവിടെയൊക്കെ ഒരു മെറ്റാലിക് ആക്സൻസും കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ
മോട്ടോ G64 ആണ് കുറച്ചുകൂടി ബെറ്റർ ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത്. 6000 mAh ഫോണാണ്, ഏകദേശം 192 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ഇത് 5000 mAh ഫോണാണ്, ഏകദേശം 188 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. സോ ഡെഫിനറ്റ്ലി രണ്ട് സ്മാർട്ട് ഫോൺസും ഓൾമോസ്റ്റ് കയ്യിലെടുക്കുന്ന സമയത്ത് ഈക്വൽ ആയിട്ടേ തോന്നുള്ളൂ. ഇനി രണ്ട് സ്മാർട്ട് ഫോൺസിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, വെരി ഗുഡ്. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, റിയൽമി P1 ഞാൻ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് കമ്പയർ ടു മോട്ടറോള G64 നോക്കുവാണെങ്കിൽ G64 സൗണ്ടാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ആൻഡ് ബെറ്റർ ആയിട്ട് അത് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം ദേ മുകളിൽ ഇത് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം കണ്ടു, ഡോൾബി അറ്റ്മോസ്. യെസ്, ഇതിനകത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ ആ ഒരു ട്യൂണിംഗ് ഉണ്ട്, ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് കിട്ടുന്നില്ല. പ്ലസ് മോട്ടറോളയുടെ സ്പേഷ്യൽ സൗണ്ട് എന്ന് പറഞ്ഞ പരിപാടി ഇതിനകത്തുണ്ട്, അതും ഇതിനകത്ത് കിട്ടുന്നില്ല. റിയൽമിയിൽ AMOLED ആയതുകൊണ്ട് തന്നെ ഇത് സ്ക്രീനിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. മോട്ടറോളയിൽ സൈഡിൽ കാണുന്ന ഒരു പവർ ബട്ടണിലുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ബട്ട് ബോത്ത് ആർ ഈക്വലി ഫാസ്റ്റ്. പക്ഷേ ഇതൊക്കെ വിട്ട് കഴിഞ്ഞാലും നമ്മുടെ മോട്ടോ G64 തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് UI ആണ്. നേരത്തെ ഞാൻ കണ്ടില്ലേ, ഞാൻ ഡിസ്പ്ലേ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലോക്ക് സ്ക്രീനിൽ ആഡ് വന്നത്. അതിനോ ഇത് റിയൽമിയുടെ ഗ്ലാൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്, ബൈ ഡിഫോൾട്ട് ഓണായി കിടക്കും. നിങ്ങൾക്ക് അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ആഡ് വരില്ലെങ്കിലും ആഡ്സ് ഇറ്റ്സ് എ പ്രോബ്ലം. അതായത് രണ്ട് സ്മാർട്ട് ഫോൺസ് നിങ്ങൾ ബൂട്ട് ചെയ്ത് ഒന്നും ചെയ്യണ്ട കേട്ടോ, രണ്ട് സ്മാർട്ട് ഫോൺസും ജസ്റ്റ് സെറ്റപ്പ് ചെയ്യുക, നോർമലി നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്ത് സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഫോൺ ഓൺ ആക്കി വെക്കുന്ന സമയത്ത് രണ്ടിലും നോക്കിക്കഴിഞ്ഞാൽ റിയൽമിക്കകത്ത് ഉള്ള ബ്ലോട്ട്വെയർസിൻ്റെ എണ്ണം എൻ്റെ പൊന്നോ, ഏകദേശം എണ്ണാൻ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 30ഓളം ബ്ലോട്ട്വെയർസ് ഇതിനകത്തുണ്ട്. ബ്ലോട്ട്വെയർസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ഐ മീൻ കുറേ അധികം യൂസ്ലെസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എലോങ് വിത്ത് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്. ഇനി ഇവരുടെ ആപ്പ് സ്റ്റോർ എനിക്ക് കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇപ്പം തന്നെ എന്തോരം അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഇവരുടെ ആ ഒരു ആപ്പ് സ്റ്റോർ കാണിക്കുന്നത് നോക്കി. എല്ലായിടത്തും ലോക്ക് സ്ക്രീനിൽ ആഡ്, അവിടെ ആഡ്, ഇവിടെ ആഡ് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. മറുഭാഗത്ത് മോട്ടോ G64 ബൂട്ടപ്പ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർഫേസിൽ കൂടെ പോകുന്ന സമയത്ത് വളരെ കുറച്ച് ആപ്ലിക്കേഷൻസേ ഉള്ളൂ. അതായത് ഗൂഗിളിൻ്റെ സ്വന്തമായിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ആപ്ലിക്കേഷൻ, കൂടാതെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇപ്പോൾ 1-2 ഉണ്ട്. ഇപ്പോൾ ബ്രെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, പിന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന ഫോൾഡർ, ഗെയിംസ് ഹബ് എന്ന ഫോൾഡർ, ഷോപ്പിംഗ് എന്ന് പറഞ്ഞ 3 ഫോൾഡർ. പക്ഷേ നമ്മുടെ റിയൽമിയിലുള്ള ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മാന്യന്മാരാണ് ഇവന്മാർ. കാരണം അഹനോയിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കുന്നില്ല, നോട്ടിഫിക്കേഷൻസിൽ വന്ന് ശല്യം ചെയ്യുന്നില്ല. പ്ലസ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കളയാവുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇല്ല എന്ന് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാം. ആൻഡ് ടോട്ടലി ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ മോട്ടറോളുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഫാമിലി സ്പേസസ്, മോട്ടോ സെക്യൂർ, അതേപോലെ മോട്ടോ ഹബ് ഒക്കെ. പക്ഷേ ഈ ഒരു മോട്ടോ സെക്യൂർ ഒക്കെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കണ്ടില്ലേ, അതായത് ഫിഷിംഗ് പ്രൊട്ടക്ഷൻ, നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ, ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്ഷൻ, പിൻ പാഡ് സ്ക്രാമ്പിൾ, അതായത് പിന്നടിക്കുന്ന സമയത്ത് 1 2 3 4 എന്നല്ലേ കാണിക്കുക, ഓരോ പ്രാവശ്യം 1 2 3 4 അങ്ങോട്ട് മാറുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് ഇപ്പോൾ ഇതിനകത്തൊക്കെ കാണുന്ന പോലെ ഇതിനകത്ത് എന്താണെന്ന് അറിയോ, ഞാൻ ഒരെണ്ണം കാണിച്ചു തരാവേ. ഇതിനകത്ത് ഞാൻ കണ്ടുവരുന്നതാണ് ഫിൻഷൽ പേ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഹൗസ് ആറ്റ്, പബ്ലിക്, പിന്നെ വാവ്, എന്തോരം ആപ്ലിക്കേഷൻസാണ് നോക്കിയേ. എന്തൊക്കെയോ ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട് വിച്ച് ആർ ടോട്ടലി യൂസ്ലെസ്. സോ ഫ്രം ആൻ ഇൻ്റർഫേസ് പോയിന്റ് ഓഫ് വ്യൂ രണ്ടും ആൻഡ്രോയിഡ് 14 നിയർ സ്റ്റോക്ക് എക്സ്പീരിയൻസ് തരുന്ന കുറച്ചുകൂടെ ക്ലീനർ ആയിട്ടുള്ള, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ഡെഫിനറ്റ്ലി ആ ഒരു ഭാഗത്ത് മോട്ടറോള തന്നെയാണ് മുന്നിൽ. സോ കമ്മിങ് ടു കൺക്ലൂഷൻ, ഒരു AMOLED ഡിസ്പ്ലേ കിട്ടാൻ വേണ്ടി, ഒരു 45 വാട്ടിൻ്റെ ചാർജിങ് കിട്ടാൻ വേണ്ടി നിങ്ങൾ റിയൽമി P1 ചൂസ് ചെയ്യുന്നതിലും എത്രയോ ബെറ്റർ ആയിരിക്കും അതിലും കുറഞ്ഞ പ്രൈസിന് കൂടുതൽ റാം തരുന്ന, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ള 50 MP ക്യാമറ തരുന്ന, അൾട്രാ വൈഡ് ക്യാമറ തരുന്ന, അത് തന്നെ മാക്രോൺ ഡെപ്ത് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ആക്ച്വലി പറ്റുന്ന, സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുന്ന, കൂടുതൽ 5G ബാൻഡുള്ള, കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ള, ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ഉള്ള, ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉള്ള, ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ഉള്ള, അതിലുപരി ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരു UI ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഐ വുഡ് പ്രിഫർ മോട്ടോ G64 ഓവർ റിയൽമി P1. സോ അത്രയേ ഉള്ളൂ ഈ ഒരു കമ്പാരിസൺ വീഡിയോ. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ല വേറെ എന്തെങ്കിലും അഭിപ്രായമുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.